സാമ്പത്തിക വിഷയം വരുമ്പോ അവർക്ക് തഖ്വയുമില്ല, സൂക്ഷ്മതയുമില്ല, അവർക്ക് അല്ലാഹുവും ഇല്ല, റസൂലും ഇല്ല, അവർക്ക് ഖബറും ഇല്ല, സിറാത്തും ഇല്ല, ഒന്നുമില്ല. പണത്തിന്റെ വിഷയം വരുമ്പോ, ജനങ്ങളുമായിട്ടുള്ള ഹുക്കൂഖുൽ ആദമീന്റെ വിഷയം വരുമ്പോ അവർക്ക് അല്ലാഹു ഇല്ല, മഹ്ശറ ഇല്ല, ഒന്നുമില്ല. അവർക്ക് എപ്പോഴാ മഹ്ശറ ഓർമ്മ വരുന്നത്? നിസ്കാരത്തിന്റെ വിഷയം വരുമ്പോൾ, നോമ്പിന്റെ വിഷയം വരുമ്പോൾ. എന്നാ നിങ്ങൾക്കറിയണോ, നിസ്കാരം നിർവഹിച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗം കിട്ടിയേക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗം നിങ്ങൾക്ക് ഈ നമസ്കാരം കൃത്യതയോടെ നിർവഹിച്ചു എന്നതിന്റെ പേരിൽ ആ സ്വർഗം നമുക്ക് ലഭിച്ചേക്കാം. അതല്ലെങ്കിൽ നമ്മൾ തിന്മകളിൽ നിന്ന് ഓടി ഒളിക്കുന്നതിന്റെ പേരിൽ നരകത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചേക്കാം. പക്ഷേ ആ വിജയവും ആ വിജയ പരാജയങ്ങളൊന്നും ശാശ്വതമാണ് എന്ന് നമ്മൾ കരുതി പോകരുത്. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന്റെ സംതൃപ്തി കരസ്ഥമാക്കണമെന്ന ഏറ്റവും ഉന്നതവും ഉദാത്തവുമായ മഹാവിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ അനന്തരാവകാശ സ്വത്ത് വീതിച്ചു കൊടുക്കുന്നതിൽ നമുക്ക് ജാഗ്രതയുണ്ടാകണം. നമ്മളിപ്പോ ഒന്നും അറിയില്ല.